അപ്പോൾ നമ്മുടെ മലമ്പുഴയുടെ ഉൾവശങ്ങളാണ് കാണുന്നത്. ഒരു ഗ്രീനും 7 വാനില. അമ്മച്ചിയും കൊച്ചും കൂടി ചാടാണ്ട് പോടാ. എനിക്ക് ആകെ പണ്ടാരണ്ട പറഞ്ഞാൽ പേടിച്ചിട്ട് അവിടെ ഈശ്വരാ. ടൈം വരെ നമ്മുടെ A to Z വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ടയേർഡാണ്. എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉറക്കക്ഷീണമുണ്ട്. ഓണം കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അടിയിൽ നോക്കുമ്പോൾ അമ്മ 1.5 ഛർദി ഇപ്പോൾ ഛർദിച്ചാണ് വണ്ടിയിൽ ഇരുന്നിട്ട്. എനിക്ക് സ്പ്രേൻ്റെ ചെറിയ അലർജി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ കാര്യമായിട്ട് ഇതാണ് ഒരു അന്തമില്ലാണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാര്യമായിട്ട് അടിച്ചിരിക്കുകയാണ് സ്പ്രേ. ഞാൻ അറിഞ്ഞില്ല. നോക്കുമ്പോൾ അതിൻ്റെ മണം കപ്പ് അടിച്ച് ഛർദിച്ചിട്ട് ആകെ വയ്യ. ഇപ്പോൾ ഛർദിച്ച് കിടഞ്ഞപ്പോഴാണ് ഇച്ചിരി ഉഷാറായത്. അപ്പോൾ പറഞ്ഞ വിഷയം അടപ്പ് തരാം. അപ്പോൾ വന്നിരിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓണമായിട്ട് മലമ്പുഴയ്ക്ക് വന്നിരിക്കുകയാണ്. മലമ്പുഴ നമുക്ക് യക്ഷിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ മലമ്പുഴ യക്ഷി കാര്യങ്ങൾ കുട്ടികൾക്ക് കളിക്കാനുള്ള അങ്ങനെയുള്ള കളിപ്പാട്ടങ്ങൾ അങ്ങനെയുള്ള ചടവറ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ടു. അപ്പോൾ നമുക്ക് മലമ്പുഴയ്ക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ ഇല്ല നമുക്ക് നമുക്ക് അങ്ങോട്ട് പോയിട്ട് ചേട്ടായി വരെ നമ്മുടെ വണ്ടി പാർക്കിംഗ് സ്ഥലമാണ് കേട്ടത്. ഇത് ഉള്ളിലോട്ട് ഒരുപാട് കയറിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കണ്ട ഒരുപാട് കയറി വന്നിട്ടുണ്ട്. എടാ അതിൻ്റെ ഉള്ളിൽ നിൽക്കണേ വരാൻ വരുന്നില്ലേ? എന്നാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇരുന്നോളൂ, കുഴപ്പമില്ല. അപ്പോൾ വാടാ. എന്തേ ബാ ബാ ബാ. ചേട്ടായി നല്ല തിരക്കാണ്. മലമ്പുഴയുടെ ഫ്രണ്ടാണ് ഈ കാണുന്നത്. ആളുകളുടെ തിങ്ങി തിരക്കാണ് കേട്ടോ. കേട്ടോ 240 പറഞ്ഞോ. ഓക്കെ കയറി ചെക്ക് വെക്കോ. കയറി ഒപ്പം വരാം, ഒപ്പം വരാം. ഞാൻ വരാം, ബാക്കിൽ വരാം. ഇതിലേ അപ്പുറത്തോട് വാ, അപ്പുറത്തോട് വേണം. ഒരു ഗ്രീനും 7 വാനില. 2 വാനില പിന്നെ വരാം. ഒരു ബട്ടർ സ്കോച്ച്, ഒരു പിസ്ത. 140 2 ചോക്ലേറ്റാ. അപ്പോൾ 220. പിന്നെ വരാം. ഇത് പൂമ്പ് കൊടുത്തപ്പോൾ അച്ഛമ്മ അരിയാട്ട് വലിയ പടിന്ന് വെച്ചിക്കൊണ്ടു നമ്മളെ പിടിക്കാനും. അപ്പോൾ ചേട്ടായി നേരം നമ്മൾ മലമ്പുഴയുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. നല്ല വെള്ളം നല്ല സെറ്റായിട്ട് കാണുന്ന ഇതാ കാണുന്ന സെൻട്രലൊരു കൃഷ്ണനുണ്ട് ഇല്ലേ? എന്താ കൃഷ്ണനുണ്ട്, ഗുരുവായൂരപ്പനുണ്ട്, കൃഷ്ണനും ഗുരുവായൂരപ്പനൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രസമാണ് കാണാല്ലേ. അപ്പോൾ നമുക്ക് കാഴ്ച കാണാം. വള പിന്നെ അവർ ഇടിക്കുമെന്ന് അറിയില്ല, കൂടുതൽ കളിച്ചാലേ
ചേട്ടായിമാരെ നമ്മുടെ എല്ലാവരും റോപ്പിൽ യാത്ര ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. നല്ല രസമാണ്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഇരുട്ടായി കഴിഞ്ഞപ്പോൾ നമുക്കൊരു കുറച്ചൊരു ഇതുണ്ട്. നമ്മൾ ആ കവയ്ക്കും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇവിടേക്ക് കയറി വരാൻ കുറച്ച് സമയം വൈകി. അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ ഐസ്ക്രീം കഴിച്ചതും ചോളാപ്പരി കഴിച്ചതൊക്കെ പോയില്ല വെച്ചു. ഒന്നും വയ്യ. ഇപ്പൊ ഒന്നാമത് ഇരുട്ടായി ഇങ്ങോട്ട് വരുമ്പോഴേക്ക് കവയിൽ പോയിട്ട് വരുമ്പോഴേക്ക് ഇവിടെ സമയമായി. ഇരുട്ടത്തൊന്നും കാണുന്നില്ല. ഇനിയിപ്പോ ഞങ്ങൾ മുകളിലേക്ക് എന്തായാലും കയറാം. ഡാം മുകളിൽ കാണാന്ന് പറഞ്ഞ് കയറുകയാണ്. അപ്പൊ വായോ പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ഓ എവിടെ അപ്പൊ ചേട്ടായിമാരെ ഇതാണ് നമ്മുടെ മലമ്പുഴ ഡാം. മലമ്പുഴ ഡാമിൽ വെള്ളം കാണണേ. അപ്പോൾ നമ്മുടെ മലമ്പുഴയുടെ ഉൾവശങ്ങളാണ് കാണുന്നത് ചേട്ടായിമാരെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ലൈറ്റും കാര്യങ്ങളൊക്കെ ആയി സെറ്റായി. പകലാണെങ്കിൽ കുറച്ചും കൂടി കാണാൻ ഭംഗിയുണ്ടാവും. ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടായിമാരെ നമ്മൾ യക്ഷിനെ കാണാൻ വേണ്ടി പാലത്തിൻ്റെ മുകളിൽ കയറി. വെള്ളമെല്ലാം അത്യാവശ്യം കൊണ്ട് ഇരട്ടത് കാണാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ നോക്കുമ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവർ 8 മണി വരെ അലോഡുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ അവിടെയൊക്കെ പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അപ്പുറത്തോടെ തന്നെ പൊക്കോളാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ റിട്ടേൺ അവിടെ നിന്ന് ഒക്കെ തിരിച്ചു. ഞാൻ ചോട്ടിൽ ഇറങ്ങിയിട്ട് വേണം അങ്ങനെ പോയിട്ട് യക്ഷിനെ കാണാൻ. എന്തായാലും യക്ഷിനെ കാണില്ലേ? കാണും. ഇരുട്ടത്ത് കാണുമെന്നുള്ളത് അറിയില്ല. യക്ഷിനെ കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകണം. അപ്പോൾ നോക്കാം. കൊച്ചു ഇറങ്ങിക്കോ. വേറെ വഴിയില്ലടാ. അതുകൊണ്ടാടാ. ഇപ്പോൾ ചേട്ടായിമാരെ ഈ കാണുന്ന കെട്ടുണ്ടല്ലോ, ഈ കാണുന്ന തിട്ട്, അതായത് ഇതിൻ്റെ ബാക്ക് സൈഡ് ഫുള്ള് ഡാമാണ്. വെള്ളം നമ്മളിപ്പോൾ കണ്ട ഭാഗമാണ്. ഈ കെട്ടിൻ്റെ സെറ്റപ്പ് ഉണ്ടോ, പണ്ട് ബ്രിട്ടീഷുകാർ കെട്ടിയതാണ്. ഈ ബ്രിട്ടീഷുകാർ വന്നിട്ട് ചുണ്ണാമ്പ്, അതുപോലെ തന്നെ വെല്ലം, അതുപോലെയുള്ള കുറേ കെമിക്കലുകളൊക്കെ കൂടി ചേർത്തിയിട്ട് കെട്ടിയ സാധനമാണ്. എന്താ പവർ എന്ന് അറിയാം. നോക്കിയാൽ പവർ എന്ന് പറഞ്ഞാൽ 1.5 പവറാണ്. ഈ സാധനം ഒന്നും അനങ്ങില്ല. അമ്മാതിരി ലെവലിലാണ് നമ്മുടെ ബ്രിട്ടീഷുകാർ വെള്ളക്കാർ കെട്ടിയിരിക്കുന്നത്. ഇതാണ് ഡാമിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ. ഇതെന്താണ്, സിംഹക്കൂടാണോ ചേട്ടായിമാരെ? അയ്യോ, ഇത് പുലിക്കൂടാണല്ലോ. ഇതാ പുലിക്കൂടിൻ്റെ ഫ്രണ്ടിൽ വേറൊരു പുലിക്കുട്ടിയും കൂടിയുണ്ട്. അയ്യോ, 2 പുലി. വാ 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 വാ. എൻ്റെ പൊന്നു ചേട്ടായിമാരെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മണി 6 മണി കഴിഞ്ഞാൽ നല്ല ലൈറ്റ് കാണാമെന്ന് പറഞ്ഞ പ്രതീക്ഷയിലാണ് എല്ലാവരും കൂടി ചാടി വന്നത്. ഇത് സംഭവം നോക്കുമ്പോൾ നമ്മൾ പണ്ടത്തെ വീട്ടിലേ മറ്റേ പട്ടപ്പരയിൽ കുപ്പികളൊക്കെ എത്തിച്ച് വയ്ക്കില്ല, അതുപോലുള്ള സെറ്റപ്പാണ്. ലൈറ്റ് കാര്യങ്ങളൊന്നും പോരാ. പിന്നെ നിവർത്തിയൊന്നുമില്ല. അവർ ലൈറ്റ് ഏകദേശം 8 മണിക്ക് അടയ്ക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് യക്ഷിനെ കണ്ടിട്ട് പെട്ടെന്ന് പാലം, നമ്മുടെ വെള്ളം ചാടുന്ന പാലവും കൂടി കണ്ടിട്ട് നമ്മൾ ഇറങ്ങി പോകാൻ പോകുന്നു കേട്ടോ. കൂടുതൽ നമ്മൾ നിൽക്കുന്നില്ല. എന്നാൽ പിന്നെ നോക്കാം. ഓയ്സ് ആ
നമ്മുടെ ചേട്ടായിമാര് മുകളിൽ നിന്ന് കൂക്കണു. അപ്പം നമ്മൾ കൂടുതൽ നിൽക്കുന്നില്ല, റോപ്പിൽ നിന്ന് കൂക്കണേ. നമുക്ക് ഡാമിൻ്റെ ഇത് കാണാമല്ലോ വളം. ഇത് കാണാൻ നല്ല രസമുണ്ട് ചേട്ടായിമാരൻ. എന്താ വെച്ചാൽ നല്ല അത്യാവശ്യം ലൈറ്റ് കാര്യങ്ങൾ കാണാനും വലിയ കുഴപ്പമില്ലാത്ത സെറ്റാണ്. ഇത് മാത്രം കാണാൻ നല്ല സെറ്റപ്പ് ഉണ്ട്. ബാഹുബലി സെറ്റപ്പ്, നല്ല ലൈറ്റും വെളിച്ചും കാര്യങ്ങളായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ, വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞോ ചേട്ടായിമാരെ പറ. അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ ഡാമാണ് കേട്ടോ കാണുന്നത്, മലമ്പുഴ ഡാമാണ്. ഡാമിൽ നിന്ന് ഇതിലാണ് വെള്ളം നമ്മൾ തുറന്നത്. ഷട്ടറുകൾ എത്ര ഉണ്ട് നോട്ടെ കേട്ടോ. 1 2 3 4 എടാ 4 ഷട്ടറേ ഉള്ളൂ ഇതിൽ. അപ്പോൾ ഞങ്ങൾ തൂക്കുപാലത്തൂടെ പോവാണ് കേട്ടോ. തൂക്കുപാലം ഞങ്ങൾ കയറി യക്ഷിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ യക്ഷിനെ കാണുന്നുള്ള പ്രതീക്ഷയിലാണ് പോകണം. എൻ്റെ മൊബൈൽ ഏകദേശം സ്വിച്ച് ഓഫ് ആകാറായിട്ടുണ്ട്. കേട്ടോ ജഗ്ഗൂസ് ഇല്ല നടന്നോ ജഗ്ഗുവിന് പേടിയാകുന്നു. അതല്ല അപ്പുറത്തോടെ. അപ്പോൾ ഇതാ കൊച്ചു അമ്മച്ചിയും ഇതാ അമ്മമ്മയൊക്കെ കൂടി വരുന്നുണ്ട്. എൻ്റെ അമ്മ തൂക്കുപാലത്തോടെ വന്നിട്ട് ചീരും പാലും അഴിഞ്ഞു പറഞ്ഞു ഹായ് കൊച്ചു. എഞ്ചാണ്ടി തൂക്കുപാലത്തോടെ വന്നാണ്. അതെ, അപ്പോൾ തൂക്കുപാലത്തോടെ വന്നു യക്ഷിനെ കാണാനെന്നുള്ള പ്രതീക്ഷയിലാണ് വന്നിരിക്കുന്നത്. ജഗ്ഗു വെള്ളം കൂടി തിരക്കാണ്. പാവം ഓടി ക്ഷീണിച്ച് തൂക്കുപാലമൊക്കെ കഴിഞ്ഞ് ചാടി അയ്യോ പറഞ്ഞിട്ട് ഇല്ലേ. ഫ്രിഡ്ജിൽ അവിടെ ഉണ്ട് കയറി. അപ്പോൾ ഇതാണ് യക്ഷി. അപ്പോൾ നമ്മുടെ യക്ഷിനെ കണ്ടതോടുകൂടി നമ്മുടെ വീഡിയോസൊക്കെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. കറണ്ടും പോയി, അവർ ലൈറ്റ് ഓഫ് ആക്കിയിരിക്കുകയാണ്. 8 മണി സമയമായി. ഇനി ഒക്കെ പോകാം അല്ലേ. എല്ലാവരും ലൈറ്റൊക്കെ ഓഫാക്കി. എടാ നീയല്ലേ പേടിയെന്ന് പറഞ്ഞേ. അമ്മച്ചിയും കൊച്ചും കൂടി ചാടാണ്ട് പോടാ. എനിക്ക് ആകെ പണ്ടാരാണ്ട പറഞ്ഞാൽ പേടിച്ചിട്ട് അവടീശ്വരാ ചേട്ടായി വരെ എനിക്കുള്ളത് പറയാം. നല്ല പേടിയുണ്ട്. അമ്മച്ചി കാര്യമായിട്ട് ഭയങ്കര സ്പീഡിൽ പോവാണ്. ഇല്ലടാ കൊച്ചു. അയ്യോ അവൻ നോക്കണു. ഒന്നാമത് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് ഞാൻ അമ്മച്ചിയുടെ ഫോൺ കൊണ്ട് എടുക്കണം. ഇതാണ് കേട്ടോ മലമ്പുഴ ഡാമിൽ വെള്ളം തുറന്നു വിടുന്ന നമ്മളെ ഷട്ടർ. 4 ഷട്ടറുകളുണ്ട്. വെള്ളം അത്യാവശ്യം പോകുന്നുണ്ട് കേട്ടോ ലൈറ്റായിട്ട്. ശരി പോവാം അവൻ. അപ്പോൾ പേടിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ധൈര്യം സംഭരിച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കുകയാണ്. ഒന്നും വിചാരിക്കരുത് ചേട്ടായിമാരെ. എൻ്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. ഓടുമ്പോൾ കുഴപ്പമില്ല പാടൂ അല്ലേ. ഓടുമ്പോൾ കുഴപ്പമില്ല, നടക്കുമ്പോഴാണ് പേടി. ചാടണു കുലുങ്ങണു വേണ്ടി. ഇവിടെ എത്തുമ്പോൾ കുലുങ്ങും. അയ്യോ. അപ്പോൾ എല്ലാവരും പാലം തൂക്കുപാലൊക്കെ കിടന്ന് ക്ഷീണിച്ചിട്ട് ഇതാ കൊച്ചുവിനിതാ ജഗ്ഗു എടുത്തിരിക്കുന്നു. ഈശ്വരാ വീഴ്ത്തോ. അവിടെ ജഗ്ഗൂസ് വന്നിട്ട് ട്രെയിനിൽ കയറാൻ പോവാണ് കേട്ടോ ചേട്ടായിമാരെ. അപ്പോൾ ട്രെയിനിലൊക്കെ കയറിയിട്ടുണ്ട് ആൾ ഡ്രൈവിംഗ് സീറ്റിൽ ഭയങ്കര സെറ്റപ്പാണ്. അത് വലിയ കുഴപ്പമില്ല. ഡോർ അടയ്ക്കട്ടെ. അടച്ചു. അപ്പോൾ ഓട്ടിക്കോ കേട്ടോ. അപ്പോൾ ജഗ്ഗു വന്നിട്ട് നല്ല ട്രെയിനിൽ സെറ്റായിട്ട് ഓട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇല്ലടാ ജഗ്ഗു ഗിയർ മാറ്റാണ്. ഗിയർ ഉണ്ടായാലേ എല്ലാവരും ഗിയർ മാറ്റുണ്ടായിരിക്കുക. ശരി. ഇനി ഒരുപാട് ഓട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ബുദ്ധിമുട്ടായി. ഇനിയിപ്പോൾ അടുത്ത ആൾ കയറ്റേ. അപ്പം വരെ നീ ഇറങ്ങിക്കോ. പാടാമത്തെ അടച്ചോ ബാ. അപ്പോൾ ജഗ്ഗുവിൻ്റെ ഹോട്ടൽ കഴിഞ്ഞിട്ട് ഇറങ്ങി വേറെ കുട്ടികൾ കയറി. ശരി വാ.